കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് കോടികൾ ചെലവഴിക്കുമ്പോഴും ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമില്ല. എംഎൽഎയുടെയും എംപിയുടെയും ശ്രമഫലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ ആശുപത്രി വികസനത്തിന് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല. നിർമ്മാണം പൂർത്തിയായി 6 മാസത്തോളമാകുന്ന ട്രോമ കെയർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാനോ പ്രവർത്തന സജ്ജമാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ അഴിമതിയിൽ കുടിച്ചു നിൽക്കുന്ന മന്ത്രിമാർ അടക്കമുള്ളവരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സാധാരണപ്പെട്ട രോഗികൾ വരാന്തയിൽ കിടക്കുമ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്ത് ഇതിലേക്ക് സാധാരണപ്പെട്ട രോഗികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം ഇവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് ഇവിടുത്തെ മന്ത്രിമാരെ എന്ന് സുഗമമായി കൊണ്ടുവരാം, എന്നിട്ട് മന്ത്രിമാരെ കൊണ്ടുവന്ന് ഒരു മാമാങ്കം നടത്തി ഉത്സവം പോലെ ഒരു മാമാങ്കം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ രോഗികൾ നിരന്തരം വരുമ്പോൾ തൊട്ടടുത്തുള്ള സ്വകാര്യ ക്ലിനിക്കുകളിലേക്ക് വഴിവിട്ട് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇത് കൈക്കൊള്ളുന്നത്. പ്രസവാശുപത്രിക്കായി ആശുപത്രി വളപ്പിൽ നിർമ്മിച്ച ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്ത് 2.5 വർഷം കഴിഞ്ഞിട്ടും ആവശ്യത്തിന് ഉപകരിക്കപ്പെട്ടിട്ടില്ല. കോടികൾ ചെലവഴിക്കുകയും കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടും ജനങ്ങളുടെ ദുരിതം ആവർത്തിക്കപ്പെടുകയാണ്. ജില്ലയിലെ പ്രമുഖ ആശുപത്രിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. ജില്ലാ ആശുപത്രിയായി ഉയർത്തപ്പെടാൻ പ്രഥമ പരിഗണനയിലുള്ളതും ഈ ആശുപത്രിയാണ്. ഇതിന്റെ അടിസ്ഥാന സൌകര്യ വികസനങ്ങളാണ് സാങ്കേതിക കാരണങ്ങളാൽ അട്ടിമറിക്കപ്പെടുന്നത്. 2 ദേശീയപാതകൾ സംഗമിക്കുന്ന സ്ഥലമായതിനാൽ ഒട്ടേറെ റോഡപകടങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ് കൊട്ടാരക്കര. അപകടത്തിൽപ്പെടുന്നവരെ ആദ്യം എത്തിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. അടിയന്തര ചികിത്സയ്ക്ക് സൌകര്യമില്ലാത്തതിനാൽ ഇവരെയെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്താൻ 2 മണിക്കൂറിലധികം സമയമെടുക്കും. അപകടത്തിൽപ്പെട്ടയാൾക്ക് യാത്രക്കിടെ മരണം സംഭവിക്കുക സാധാരണം. ഇതിന് പരിഹാരമായിട്ടാണ് കൊട്ടാരക്കരയിൽ ട്രോമ കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത്. കേന്ദ്ര ഫണ്ടിൽ നിന്ന് ഇതിനായി 2.25 കോടി രൂപ അനുവദിച്ചു. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. ആധുനിക സൌകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു കെട്ടിട നിർമ്മാണം. ഓപ്പറേഷൻ തിയേറ്ററുകൾ, സർജിക്കൽ വാർഡ്, പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ്, വിവിധ OP വാർഡുകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടും. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യുകയോ പ്രവർത്തന സജ്ജമാക്കുകയോ ചെയ്തിട്ടില്ല. ട്രോമ കെയർ യൂണിറ്റിന് ആവശ്യമായ ഉപകരണങ്ങളും ലഭ്യമായിട്ടില്ല. കെട്ടിട നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉള്ളതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കെട്ടിട നിർമ്മാണം നടത്തിയ കേന്ദ്ര പൊതുമരാമത്ത് വിഭാഗം കെട്ടിടം ആശുപത്രിക്ക് കൈമാറിയാലേ ഈ തടസ്സങ്ങളെല്ലാം പരിഹരിക്കാനാവൂ. ഇതിനുള്ള നടപടിക്രമങ്ങളും അനിശ്ചിതമായി നീളുകയാണ്. പ്രസവാശുപത്രിക്കായി സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരവും ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രയോജനം ചെയ്തിട്ടില്ല. 2.5 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടം 1 വർഷത്തോളം അടച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പനിക്കാലത്ത് താഴത്തെ നില കിടത്തി ചികിത്സയ്ക്കായി തുറന്നുകൊടുത്തു. അതിപ്പോഴും തുടരുകയാണ്. പ്രസവ ചികിത്സയ്ക്കായി അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് ഈ കെട്ടിടം പണിതീർത്തത്. ആസൂത്രണത്തിലെ പിഴവുകൾ മൂലം കോടികൾ ചെലവാക്കിയുള്ള പദ്ധതികളൊന്നും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകാത്ത അവസ്ഥയാണ്. 2.5 ഏക്കറോളം ഭൂമിയുള്ള ആശുപത്രി വളപ്പിൽ പുതിയ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചത് ഈ ഭൂമിയുടെ മുൻവശത്തും പഴയ കെട്ടിടങ്ങളോട് ചേർന്നും ദേശീയപാതയോരത്താണ്. ഇതുമൂലം പാർക്കിംഗ് സൌകര്യവും ഇവിടെയില്ല. അതേസമയം ആശുപത്രിയുടെ പിന്നിൽ 1 ഏക്കറോളം ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും ജനങ്ങൾക്കിപ്പോഴും ആശ്രയം പഴയ കെട്ടിടവും പഴയ ചികിത്സാ സംവിധാനങ്ങളും തന്നെ. ദേശീയപാതയിലെയും MC റോഡിലെയും അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ട്രോമ കെയർ ജനത്തിന് തുറന്നുകൊടുക്കണമെന്ന ആവശ്യത്തിന് പിന്തുണയേറുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.